ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. RRBയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് NTPC ആയിരുന്നു. ഇപ്പോൾ വന്നത് പാരാമെഡിക്കൽ കാറ്റഗറിയിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്, പാരാമെഡിക്കൽ കാറ്റഗറീസ്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പർ CN02/2019 എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇനി വരുന്നത് ലെവൽ 1 ആണ്. അത് 10-നോ 11-നോ ഈ മാസം തന്നെ അടുത്ത വീക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം തന്നെ നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യും. അതുപോലെ A to Zന്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള PDF നോട്ട്സുകളും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സൗജന്യമായി. അതിനുവേണ്ടി ടെലഗ്രാം എന്ന ആപ്ലിക്കേഷനിൽ സെർച്ച് ബാറിൽ A to Z ട്രിക്സ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതെല്ലാം വിഭാഗത്തിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റ് നമുക്ക് നോക്കാം. 4/3/2019 മുതലാണ് ഇത് അപേക്ഷിക്കാൻ കഴിയുക. അവസാന തീയതി 2/4/2019 ആണ്. അപ്പോൾ ഇത് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ യോഗ്യതകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ മറ്റും ലഭിക്കുന്നതാണ്. അത് വായിച്ചതിന് ശേഷം, പൂർണ്ണമായി വായിച്ചതിന് ശേഷം മാത്രം ഏത് സോണിലാണ്, ഏത് റെയിൽവേ RRBയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി അവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഓരോ വേക്കൻസിയും ഏതെല്ലാം വേക്കൻസിയാണ് നോക്കാം. ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞത് 44,900, അതിലേക്ക് വരുന്ന സാലറി 4 വേക്കൻസി മാത്രമേ ഉള്ളൂ. സ്റ്റാഫ് നേഴ്സ് എന്ന് പറഞ്ഞത് 1,109 വേക്കൻസി ഉണ്ട്, അതിലേക്കും 44,900 ആണ് പേ കൊടുക്കുന്നത്. ഡെൻ്റൽ ഹൈജീനിസ്റ്റ് എന്ന് പറഞ്ഞത് 5 വേക്കൻസി ഉണ്ട്, 35,400 ആണ് സാലറി. ഡയാലിസിസ് ടെക്നീഷ്യൻ 20 വേക്കൻസി, 35,400. അതുപോലെ എക്സ്റ്റൻഷൻ എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന ഒഴിവിലേക്ക് 11 വേക്കൻസി ഉണ്ട്, 35,400 ആണ് സാലറി. മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുമ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടി ചെക്ക് ചെയ്യുക. അതുപോലെ ഇതിലിരിക്കുന്ന ക്വാളിഫിക്കേഷനും താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓരോന്നും അതിൻ്റെതായ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ് 3 എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരുന്നത് 35,400 സാലറി, 289 ഒഴിവുകളുണ്ട്. ലാബ് സൂപ്രണ്ടൻറ്റ് ഗ്രേഡ് 3 എന്ന് പറയുന്ന കാറ്റഗറിയിൽ 25 വേക്കൻസി ഉണ്ട്, 35,400 ആണ് ഇതിലേക്ക് വരുന്ന സാലറി. ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്ന ജോബിലേക്ക് വരുന്ന 25,500 സാലറി, 6 വേക്കൻസിയാണ് ഉള്ളത്. അടുത്ത പെർഫ്യൂഷനിസ്റ്റ് എന്ന് പറയുന്നത് 35,400, 1 വേക്കൻസി ഉള്ളൂ. അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നത് 21 വേക്കൻസി ഉണ്ട്, 35,400 ആണ് സാലറി വരുന്നത്. ഫാർമസിസ്റ്റ് ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ 29,200 ആണ് സാലറി, 277 ആണ് വേക്കൻസി. റേഡിയോഗ്രാഫർ വരുന്നത് 29,200 സാലറി, 61 വേക്കൻസി. സ്പീച്ച് തെറാപ്പിസ്റ്റ് വരുന്നത് 1 വേക്കൻസി മാത്രമേ ഉള്ളൂ. അതുപോലെ ECG ടെക്നീഷ്യൻ വരുന്നത് 23 വേക്കൻസി ഉണ്ട്. ലേഡി ഹെൽത്ത് വിസിറ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് 2 വേക്കൻസി. ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയിലേക്ക് 82 ഒഴിവുകളുമായി മൊത്തം 1,937 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതെല്ലാം RRBയിലാണ് കൂടുതൽ ഒഴിവുകൾ എന്നെല്ലാം നമുക്ക് നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കുക. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 1/7/2019 കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഓരോ തസ്തികയിലേക്കും കൊടുത്തിരിക്കുന്ന ഏജ് ലിമിറ്റാണ്. ഇവിടെ 18 to 40 വയസ്സ് വരെയുള്ളവർക്ക് പല കാറ്റഗറികളായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ അതിന് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. OBCക്ക് 3 വയസ്സിൻ്റെയും SC/STക്ക് 5 വയസ്സിൻ്റെയും മറ്റുള്ള കാറ്റഗറിക്ക് റിസർവേഷൻ 10, അതുപോലെ 13, 15 ആ രീതിയിലൊക്കെ നമുക്ക് ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള അതേ റിലാക്സേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിലേക്ക് ഫീ നമ്മൾ സാധാരണ എപ്പോഴും റെയിൽവേക്ക് അപേക്ഷിക്കാവുന്ന ആ ഫീ തന്നെയാണ്. 500 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിന്. മറ്റുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് 400 രൂപ റീഫണ്ട് ലഭിക്കുന്നതാണ്. പിന്നെ SC/STക്കും PWD, ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മാൻ, ട്രാൻസ്ജെൻഡർ, അതുപോലെ മൈനോറിറ്റീസ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സുകൾക്ക് 250 രൂപ ഫീസ് അടച്ചാൽ മതി. ആ 250 രൂപ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്നതാണ്. ഇപ്പോൾ ഓരോ RRBയിലുള്ള ഒഴിവുകൾ നോക്കാം. RRB അഹമ്മദാബാദിലുള്ളത് 80 ഒഴിവുകളാണ് ആകെയുള്ളത്. അതുപോലെ അജ്മീറിലുള്ളത് 89 ഒഴിവുകളുണ്ട്. അതുപോലെ അലഹാബാദ് 176 ഒഴിവുകളാണ് ടോട്ടലുള്ളത്. ബാംഗ്ലൂർ 81 ഉണ്ട്. അതുപോലെ തന്നെ ഭോപ്പാൽ 48 ഒഴിവുകൾ, ഭുവനേശ്വർ 35 ഒഴിവുകളും, അതുപോലെ തന്നെ ബിലാസ്പൂർ 40 ഒഴിവുകൾ, ചണ്ഡീഗഡ് 197,
ചെന്നൈ 173 ഒഴിവുകളുണ്ട് ചെന്നൈയിൽ. അതുപോലെ ഗോരഖ്പൂരിൽ 66 ഉണ്ട്. ഗുവാഹത്തി 117, ശ്രീനഗർ 70 ഒഴിവുകളാണുള്ളത്. കൊൽക്കത്ത 236 ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ മാൽഡ 45 ഒഴിവുകൾ. മുംബൈ 232, ഏകദേശം ഏറ്റവും കൂടുതൽ മുംബൈ ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മുസാഫർപൂർ 26 ഒഴിവുകളും പാട്ന 76 ഒഴിവുകളുമായിട്ട് റാഞ്ചി 38, സെക്കന്ദരാബാദ് 112, അതുപോലെ സിലിഗുറി 30 ഒഴിവുകളുമായി മൊത്തം 1937 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഒഴിവുകളും നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ RRBയിലെയും ഏത് RRBയിലാണോ ആ RRBൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഓരോ RRBയുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകളും ന്യൂസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ വീഡിയോ കൊണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.